ഡ്രീം കംസ് ടുവിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് എല്ലാം യൂണീക്ക് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ ബൊട്ടീക്ക് കളക്ഷനാണ്, അതായത് ഡിസൈനർ അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. എല്ലാം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ്. അതിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഒന്ന് കാണുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഇതിൽ നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്ന സേജ് ഗ്രീൻ ടോണിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോളിഡ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അതുപോലെ വരും മെറ്റീരിയൽ അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് വൈസ് ആണെങ്കിലും കുറച്ച് റേറ്റ് ഉണ്ട് ഈ ഒരു പ്രോഡക്ട്സിനെല്ലാം തന്നെ. ഇതിന് വന്നിരിക്കുന്നത് 3049 റേഞ്ചിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ യോക്കിലോട്ടുള്ള ഹാൻഡ് വർക്കും ഡീറ്റെയിലിംഗ് എല്ലാം ഇത്ര ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഇതിനകത്തോട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് മോവ് പിങ്കും ഒലീവ് ഗ്രീൻ്റെ ഷെയ്ഡൊക്കെ ചേർത്തിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന വർക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് ഇതിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫാബ്രിക്കും നല്ല സോളിഡ് ആയിട്ടുള്ള കോട്ടണിലാണ്. ഈവൻ വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്യാം. ഇതിലോട്ടുള്ള സ്ട്രൈപ്ഡ് ആയിട്ടുള്ള വീവിങ് വന്നിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ടയിലോട്ട് മെഷീൻ എംബ്രോയ്ഡറി ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് ദുപ്പട്ട. അപ്പോൾ അതിലോട്ട് ആ ടോപ്പിലുള്ള പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സേജ് ഗ്രീനും ഒലീവ് ഗ്രീൻ്റെയും കൂടെ ഡബിൾ ഡൈങ് വന്നിട്ടുണ്ട്. ചുറ്റും ക്രൂഷി ലേസും വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഡിസൈനർ പ്രോഡക്റ്റിൻ്റെ ഫിനിഷിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിലാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡായിട്ട് ഒരു ഡസ്റ്റി ലാവൻഡർ ടോണിലോട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ പേർപ്പിളിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. യോക്കിലോട്ടുള്ള വർക്കൊക്കെ ആ ഒരു മൗ പിങ്കും പേർപ്പിൾ ലാവൻഡർ ഷെയ്ഡോട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിലോട്ടും അഡീഷണൽ ആയിട്ട് ക്രോഷ്യ ലേസ് കൊടുക്കാനായിട്ട് സൈഡിൽ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിലോട്ട് ഡബിൾ ഡൈങ് ആയിട്ട് ലാവൻഡർ ഷെയ്ഡും വന്നിട്ടുണ്ട്. ഡസ്റ്റി ലാവൻഡറും അതുപോലെ പേർപ്പിളിൻ്റെയും കൂടെ ഷെയ്ഡാണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു സ്കിൻ ആൻഡ് ഒരു സാൻഡിൽ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതിലോട്ട് ബ്രൗണും പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷൻ. അപ്പോൾ ദുപ്പട്ടയിലും അതേപോലെ ആ 2 ഷെയ്ഡ്സിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിലോട്ട് വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് ഗ്രേ, ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ, എവർഗ്രീൻ കോമ്പിനേഷനാണ്. അപ്പോൾ അതിലേക്ക് ആ ഒരു ഡിസൈനർ പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. 3 പാനൽ കട്ടിലാണ് ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മിഡിലിൽ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് ബോർഡർ വരുന്നുണ്ട് 2 സൈഡിലും. പിന്നെ ഈ മിഡിൽ പോർഷനിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. ഹാൻഡ് വർക്കൊക്കെ നല്ല ഫിനിഷിങ് ഡീറ്റെയിലിംഗ് ആണ് ഹാൻഡ് വർക്കിലൊക്കെ കൊടുത്തിരിക്കുന്നത്. മിഡിലായിട്ട് ഇങ്ങനെ പൈപ്പിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഈ ഒരു ഫുള്ളായിട്ട് ആ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള വീവിങ് പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ സ്ലീവിൻ്റെ എൻഡിലോട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ വീതിയിൽ ബ്ലാക്കും മെറൂണിൻ്റെയും കൂടെ ഒരു വീവിങ് പാറ്റേണും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഓവറോൾ ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ക്ലാസി ലുക്കായിരിക്കും ഈ ഒരു സെറ്റിന്. ടോപ്പ് ഇങ്ങനെ വന്നിട്ട് ദുപ്പട്ട ബ്ലാക്കിലോട്ടാണ്. അത് ആ സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ്. അതിൽ ബ്ലോക്ക് പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ ബ്ലോക്ക് പ്രിൻസും പാറ്റേണും ഒക്കെ. ഇതിൽ സൈഡിലോട്ട് ചെറിയ ചെറിയ പ്രിൻറ്റുകൾ, ഫ്ലോറൽ പ്രിൻറ്റും സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേണും 4 കോർണറിലും ടാസൽസും ഒക്കെ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നതും ഖാദി കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിലോട്ട് ബ്ലോക്ക് പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട്, ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ലാവൻഡർ ബ്ലോക്ക് പ്രിൻറ്റ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഏറ്റവും എൻഡിലായിട്ട് റണ്ണിങ് സ്റ്റിച്ചസും ഇതെല്ലാം ഹാൻഡ് വർക്കായിട്ട് വന്നിരിക്കുന്നതാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ വരും. ദുപ്പട്ട വന്നിരിക്കുന്നതും ആ ഒരു ക്രീം കളറിലോട്ടാണ്, സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ. അപ്പോൾ അതിലോട്ടും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. അതിൽ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഹാൻഡ് വർക്ക് ഹൈലൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു യെല്ലോ ലാവൻഡർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എൻഡിലോട്ടൊക്കെയുള്ള ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ചുറ്റും ക്രോഷ്യ ലേസ് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോ കളറിലാണ്. ഇതിൽ ബോട്ടം വരുമ്പോഴും ആ യെല്ലോ ഷെയ്ഡിലോട്ട് വരും. ഇതിലൊരു കളറും കൂടെ അവൈലബിൾ ആണ്. അതിൽ ആ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ കോമ്പിനേഷൻ ഇതിൽ വന്നിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡിലോട്ടും ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് പീച്ച് കോമ്പിനേഷനും. അങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഷെയ്ഡിലോട്ട് വരുന്നത്. പിന്നെ 2ലേക്കും സ്ലീവിൻ്റെ എൻഡിൽ കൊടുക്കാനായിട്ട് ക്രോഷ്യ ലേസ് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഇതിൽ ബോട്ടം വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ലാവൻഡർ ഷെയ്ഡിലാണ്. ഈ ഒരു ഡിസൈനും വന്നിരിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള ഹാൻഡ്ലൂം കോട്ടണിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇതിലേക്ക് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്കിലുമായിട്ട് ഇതുപോലെ വീവിങ് ആയിട്ടുള്ള ചെറിയ ബുട്ടാസ് വന്നിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിലോട്ട് ഹാൻഡ് വർക്കും ആ ഒരു ഡിസൈനർ പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആപ്ലിക് വർക്കും അതിൻ്റെ മുകളിൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട്. മിഡിൽ ക്രോഷ്യ ലേസും അതുപോലെ ഈ ഒരു പോർഷനിലോട്ട് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ചെറിയ ഷുഗർ ബീഡിൻ്റെ ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നെറ്റ് കോട്ടയിലാണ്. സോഫ്റ്റ് നെറ്റ് കോട്ടയിൽ ബ്ലോക്ക് പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേണും ചുറ്റും ക്രോഷ്യ ലേസും വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിലാണ്. അതിന് തന്നെ നമുക്കൊരു കളർ ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ഇങ്ക് ബ്ലൂ ആണ്. ഇതിലൊരു ഡ്യുവൽ വീവിംഗ് ഉണ്ട്, ബ്ലാക്ക് ത്രെഡ് ആൻഡ് ബ്ലൂ കളർ ത്രെഡ്. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷനിലോട്ട് സിമിലർ പാറ്റേണിലുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട്. ദുപ്പട്ട വന്നിരിക്കുന്നത് ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ്. അപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിൽ ബ്ലൂ ഷെയ്ഡിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് വന്നിട്ട് ബോട്ടം പ്യുവർ കോട്ടണിൽ.